ഓടക്കുയിലിനു കല്യാണം ആലിൻ കൊമ്പത്തന്തി ഉറങ്ങണൊരോലെ ഞാലിക്ക് പൂത്താലേ ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ് ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ് കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിൽ
ആ ഗെറ്റപ്പിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും സമ്മർ ഇൻ ബെത്ലഹേമിലെ അടുത്ത സോങ് അല്ലേ? ചോദിക്കാം നമുക്ക്. ഓക്കെ ഹരിച്ചേട്ടാ. കാലക്കി സൂപ്പർ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. താങ്ക് യു സർ. കാരണം നല്ല പ്രസന്റേഷൻ, നല്ല സോങ് സെലക്ഷൻ, നല്ല അറ്റയർ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സ്റ്റേജ് നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഞാനൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഹരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആമാടപ്പെട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ആമാടപ്പെട്ടി പെട്ടി എടുത്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു പാർവണയുടെ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഈ പാട്ട് ഇച്ചിരി പണിയുള്ള പാട്ടാ. നമ്മൾ കേൾക്കുമ്പോൾ നല്ല സുഖമാണ് കേൾക്കാൻ. പക്ഷെ പാടി പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് നല്ല ബ്രെത്ത് വേണം. ബ്രെത്ത് എടുക്കാനുള്ള സ്പേസ് കുറവാണ്. പിന്നെ ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു. നല്ല ക്ലിയർ ആയിരുന്നു. സംഗതീസൊക്കെ കുറേയൊക്കെ കറക്റ്റ്, നല്ല രസമായിരുന്നു. എനിക്ക് മറ്റേ അടിപൊളിയായിരുന്നു അതൊക്കെ. സൂപ്പറായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക അല്ല എഴുതി വെച്ച ആള് പറയട്ടെ. ശരത് സാർ. മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടാ. കുറെ സന്തോഷം. അത് കാര്യം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും നമുക്ക് ചുമ്മാ അപ്പുറത്തൊക്കെ ഒന്ന് തലയും ചൊറിഞ്ഞ് ഒന്ന് പാടാമെന്ന്. പാടി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ട്രിക്കിയാണ്. ഓ ആണെങ്കിൽ പോലും അതൊരു ട്രിക്കിയാണ്. അത് നമ്മുടെ വിദ്യാണ്ണന് പിന്നെ കെട്ടിപ്പിടിച്ച് ഒരു സൂമകളെ ഈ ലിറിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റൗണ്ടിൽ നീ ഡാൻസ് ചെയ്തു. ആവും അതിമനോഹരം. മോളെ അസാധായിട്ട് ചെയ്യുന്നു നീ കേട്ടോ. നീ ചെയ്യുന്ന നല്ല ഗ്രേസ് ഉണ്ടടാ. കളിക്കും ഡാൻസ്. ആണോ? മോള് ഡാൻസർ ആണോ? ഡാൻസ് നന്നായി കളിക്കും. ഓക്കെ, നല്ലതാ മോളെ. എനിക്ക് ആ കാൽത്തള കെട്ടി കൈയുള്ളത് അത് ശ്രുതിന്നൊക്കെ ഒന്ന് മാറി. പിന്നെ അടുത്ത വന്ന ഓയും ഓ ആയിപ്പോയി. അത് നമുക്കൊന്ന് വൃത്തിയായിട്ട് പാടിയല്ലോ. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടേണ്ടേ. അത് കണ്ട, അത് ചളുങ്ങാതെ അങ്ങോട്ട് അതത്രേ ഉള്ളൂ. അറിയാമല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് മക്കളെ അതുപോലെ നിഴലോല അത് കുറച്ച് ക്ലാരിറ്റി വേണം മോളെ പറയുമ്പോൾ. നിഴലോല അത് കള്ളുകൂടിയാ. അത് നിഴലോല അത് കൃത്യമായിട്ട് പറയണം മോളെ കേട്ടോ. പിന്നെ വന്ന ഓയും ആ രാക്കിളിക്കൂട്ടം ഒരു ക്ലാരിറ്റി ആവും മോളെ. രാക്കിളിക്കൂട്ടം അത് പാടാമോ? അത് ആ നോട്ട് കേൾക്കണം. അത്രേ ഉള്ളൂ. രണ്ട് സ്ഥലത്ത് മോക നീ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുപോലെ ചെമ്മാന ചെപ്പൊളിക്കും ചിങ്കാര അത് ഒരു സ്ലിപ്പായിപ്പോ നമുക്ക് പാടിയാലോ. ചെപ്പിലൊളിക്കും ചിങ്കാരത്താര കുഞ്ഞേ താലോലം കുഞ്ഞേ താലോലം. ഓക്കെ മോളെ. പിന്നെ നാണിക്കല്ലേ നറുമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ നാണിക്കല്ലേ. അത് ആദ്യത്തത്. രണ്ടാമത്തെ ഇപ്പൊ പാടിയല്ലേ. ആദ്യത്തെ പാടപ്പോ നറുമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ. അത് ക്ലാരിറ്റി അത്രേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ മോക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാട്ടാ. പക്ഷെ എനിക്ക് ഇഷ്ടമായി കുറെ. മക്കളെ കാണാനും മോടെ പാട്ടും. ലവ് യു. താങ്ക് യു ശരത് സാർ. ഷാനിക്ക പാർവണ അടിപൊളിയായിരുന്നു. നമ്മൾ സൂപ്പർ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ സ്റ്റാൻഡ് പോലെ നിന്നിട്ട് പാടുന്നതല്ല. സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്യുന്ന ഒരു എന്റർടൈനർ ആൻഡ് എ വെരി ഗുഡ് സിംഗർ. അതാണ് സൂപ്പർ സ്റ്റാർ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കണം. അത് എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പാർവണ. കാരണം ഈ പാട്ടിനൊരു ചാം ഉണ്ട്. ആ ചാം മോള് കൊണ്ടുവന്നു കേട്ടോ. കാരണം ഇത് നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. ഈ പാട്ട് ഇച്ചിരി പണിയാണ്. പാടി ഫലിപ്പിക്കുക പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. അത് പിന്നെ ഇത്രയും ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും അത് ചെയ്തല്ലോ. അത് സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്തു. ഇൻട്രാക്ഷൻസ് നല്ലതായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജ് ആയിരുന്നു പാർവണ. അത് അടിപൊളിയായിരുന്നു.
ഞാൻ ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. ആമാടപ്പെട്ടി. ഛോ, ഓ, എല്ലാരും ആമാടപ്പെട്ടിയിലാണ് പിടിച്ചത്. ആമാടപ്പെട്ടി അത് തുറക്കും മുന്നേ അത് പോയി. ബാക്കി ഈ ഓ ആണ് ഒരു അപകടകാരിയായിട്ടുള്ള ഒരു സംഭവം. അതാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട് താനും. അതൊരു 150 ഓയുണ്ട്. 150 ഓയും ഉണ്ട്. പിന്നെ ചില നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ ഫിസിക്കലി അത് പോസിബിളും അല്ല. കാരണം അവിടെ ബ്രത്ത് എടുത്തേ പറ്റും. ഇപ്പം പൂവാക ചില്ലയുലയ്ക്കും തൈമാസ തെന്നൽ പെണ്ണെ. മോൾ അതൊന്ന് പാടിയേ. നേരത്തെ ആ നോട്ട് ഉണ്ടല്ലോ, അത് തൊട്ടില്ല. അത് കട്ട് ചെയ്തിട്ടാണ് ബ്രത്ത് എടുക്കണം. അപ്പൊ അതിനൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ വരും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായാലും അത്രേ ഉള്ളൂ പറയണ. ഇത് പിന്നെ ഈ പാട്ടിന്റെ ഉദ്ദേശം ഇതാണ്, ചിരി കളി ബഹളം ഒക്കെ. അത് നമ്മൾ അത് കണ്ടതാണല്ലോ വിഷ്വൽ. അത് മോൾക്ക് ആക്ച്വലി ആ വിഷ്വൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റി കേട്ടോ. വെരി ഗുഡ് മോളെ. അതുപോലെ ഈ ഒരു പാട്ടിൽ ഇപ്പൊ ഇതിനകത്തുള്ള വളരെ ട്രിക്കി സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ മോള് പാടി തുടങ്ങുമ്പോഴേ മോക്ക് ആ ടെൻഷനില്ലേ, ഇത് ശരിയാകുമോ, ഈ ഓ ശരിയാകുമോ, മറ്റേ ഓ ശരിയാകുമോ, ടെൻഷനില്ലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച ഒരാൾ ഈ ഫ്ലോറിലുണ്ട്. ആ ഷീനു. അയ്യോ, അവരവിടുന്ന് കുരിശ് വരയ്ക്കുന്നു, ഇങ്ങനാക്കുന്നു, തേങ്ങ അടിക്കും, പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ കുരിശ്, പിന്നെ അള്ളാഹുന്ന എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഇവിടെ കേട്ടു നമ്മുടെ നെഞ്ചിൽ തറച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവൻ തെറ്റിക്കുമോന്ന്. എനിക്ക് മോളെ കാര്യം ഞാനങ്ങ് വിട്ടു പോട്ടെ. നമുക്ക് എഴുതി പറയാം എന്തോ ചെയ്യും. ഷിനു കരക്കീടാ. സൂപ്പർ. ഈ ആണുങ്ങളുടെ പേര് നിലനിർത്തി. ഷിനു ഫാൻസ്. ഇനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ഹരി, മാർക്ക് പറ. എത്ര വേണം പാർവണ? അറിയില്ല. എന്നാലും ചുമ്മാ ഒരു ഉദ്ദേശം. ഒരു ഗസ് അടി. ഗസ് അടി. എല്ലാവരും ഗസ് അടിക്കുന്നുണ്ടല്ലോ. ഇത്ര നല്ല കമന്റ്സ് കിട്ടിയത്. 8.5. അല്ല, പറയുന്നത് ഞാൻ തരൂ. അയ്യോ, അത് നോക്കിക്കോണം. ജെന്യൂൻ ആയിട്ട് പറയണം. പാറു നോക്കി പറ. 0.8. ഓക്കെ, 9.4. Thank you, sir. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഞാൻ എത്ര തരണ്ടോ? ചുമ്മാ ചോദിക്കും. ഹരിച്ചേട്ടൻ അത്ര എന്താ 9.4. അത് വേണ്ടെന്ന്. 9.2. Thank you, sir. താങ്ക് യു ഷാനിക്ക. ശരത് സർ, യെസ്, சொல்லுங்க மார்க் எவ்வளோ? ഒന്നും சொல்ல மாட்டேன் പടാ. ரெஸ்பெக்டே கிடையாது இங்க. ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട്. പെണ്ണിന്റെ ആർത്തി ഉണ്ടോ? 120. അവള് വിചാരം കഴിഞ്ഞ പ്രാവശ്യം 500 കിട്ടുന്ന 500 കാത്തിട്ട് അവള് നിക്കണേ. 200. പാറോണക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല. 240, അതെ. 260, 280, 300. ആ 300 രൂപയ്ക്ക് മോള് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഒന്നും നോക്കണ്ട. 300 rupees from Bank of Sharath. സൂപ്പർ. മാർക്ക് പൈസ മാത്രമേ ഉള്ളൂ, നോ മാർക്സ്. 8. അല്ലല്ല, അവനൊരു വിശ്വാസം. മക്കളെ 9 മാർക്ക്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഷിനു ചേട്ടനെ അടുത്ത നമ്മള് പാടായിരുന്നല്ലോ. നമ്മൾ ഷിനുചേട്ടൻ ഇങ്ങനെ ഡിവോഷനിലൊക്കെ പാടുന്നതിനിടയ്ക്ക് 20 രൂപ കിട്ടുന്നു. ഓക്കെ, അങ്ങനെ ഓ ഇട്ടതിന് ഷിനു ചേട്ടനും കിട്ടിയിരിക്കുകയാണ് 20 രൂപ. സോ ടോട്ടൽ 27.6 മാർക്ക്. സൂപ്പർ. അടിപൊളി മുത്തേ. ഓൾ ദി ബെസ്റ്റ്.